ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എനിക്ക് ഗുഡ് മോർണിംഗ് ആണ്, നിങ്ങൾക്ക് ഉച്ചയാവാനായിട്ടുണ്ടാവും. ഇന്ന് നമ്മുടെ ഒരു ഡെയിലി വ്ളോഗാണ്. ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഉമ്മ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ദോശയും ചമ്മന്തിയാണ് ഇന്ന്. ഞാൻ ആംബ്രോന് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഹെയർ വാഷ് ചെയ്യും. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഉമ്മ എൻ്റെ ഹെയർ കട്ട് ചെയ്തത് എങ്ങനെയുണ്ട്? ഉമ്മയുടെ റിയാക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ രാത്രിയല്ല വന്നത്. അപ്പൊ പിന്നെ ആംബ്രോനെ കണ്ടപ്പോൾ നമ്മളത് എടുക്കാൻ വിട്ടുപോയി. എന്താണ് എൻ്റെ ഹെയർ കട്ട് ചെയ്തത്? എനിക്കിഷ്ടായി, നന്നായിട്ടുണ്ട്. പക്ഷെ എന്തോ റിസൾട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഉപ്പ വ്ളോഗാണ് ഇപ്പൊ വിളിച്ചു വെക്കും. വിളിക്കും. നമുക്ക് എന്തായാലും ഹെയർ വാഷ് ചെയ്യാം, എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കി നോക്കാം. എന്തായാലും നമ്മളാ കട്ട് ചെയ്തേക്കാളും കുറച്ചും കൂടി കയറും, കാരണം അന്ന് അവര് ഡ്രയർ യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നമുക്ക് പിന്നെ ഡ്രയർ യൂസ് ചെയ്യാം, പക്ഷെ ഹീറ്റ് അല്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ വലിയ കാര്യമായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ പോകുമ്പോൾ മാത്രമാണ് കേട്ടോ ഞാൻ ഡ്രയർ യൂസ് ചെയ്യുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് മുടി വെട്ടി കഴിഞ്ഞ് കുളിച്ചാലാണ് ശരിക്കും അറിയുക അല്ലേ. അവര് നമുക്ക് ഹെയർ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കും, അടിപൊളിയാണല്ലോ. പക്ഷെ അങ്ങനെ നിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് കുളി കഴിഞ്ഞ് വീണ്ടും ഡ്രയർ യൂസ് ചെയ്യണം. മുടി ചെയ്യുക വീട്ടിൽ നിൽക്കുമ്പോ അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളായ കാരണം ഒന്നും ചെയ്യും. ഞാനൊന്നും തല അങ്ങനെ കോമ്പ് ചെയ്യാറേ ഇല്ല കേട്ടോ. ഞാന് ഉമ്മാടെ പോലെ തന്നെ. ഉമ്മ തല കുളി കഴിഞ്ഞിട്ട് കെട്ടി വെച്ചാ പിന്നെ എങ്ങനെയെങ്കിലും ഇനി ചിലപ്പോ ആ മുടി കഴിക്കാൻ ആംബ്രോന്റെ ബർത്ത്ഡേക്കാവും. മാർച്ചിൽ ആംബ്രോന്റെ ബർത്ത്ഡേ അപ്പോഴാവും ഉമ്മ തല ഇനി ചെയ്തോളൂ. അതേ സെയിമാണ് ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ കോമ്പ് ചെയ്യണം, നന്നായി കൊണ്ടുപോകണം. പക്ഷെ എന്താ പറയാ, ഒരു മടിയാണ്. പിന്നെ ഡ്രസ്സാണെങ്കിലും അതെ. ഇപ്പൊ നിങ്ങൾ കയ്യിൻ്റെ കൊടുക്കൊന്നും നോക്കണ്ട കേട്ടോ. ഇതൊക്കെ എന്റെ ഫേവറേറ്റ് ഡ്രസ്സുകളാണ്. കുളി കഴിഞ്ഞാലും അത് മടക്കി കൊണ്ടുവെക്കും. കുളി കഴിഞ്ഞാൽ ഞാൻ നല്ലതിടും. തോന്നിയാലും ആകെ നല്ല ഡ്രസ്സും. എനിക്കൊരു തോന്നല് വന്നാൽ ഞാന് പിന്നെ സ്കിൻ കെയർ റുട്ടീൻ ആയി, ഹെയർ കെയർ റുട്ടീൻ, പിന്നെ പുറത്തേക്ക് നോക്കണ്ട ആകെ. അപ്പൊ എന്തായാലും സ്കിൻ കെയർ റുട്ടീൻ എന്തായാലും കൊണ്ടുവരണം ശരിക്കും പോലെ. അപ്പൊ ഇന്ന് നമുക്ക് എനിക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം, ആംബ്രൂവിന് കുർത്ത സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. പറ്റുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ത്രെഡ് ചെയ്യണം. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. അപ്പൊ നമുക്ക് ഇന്ന് എങ്ങനെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ദോശ ചുട്ട് വെക്കില്ല കേട്ടോ. നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഉമ്മ ചുട്ട് തരിക ചെയ്യുക. അതാവുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കാമല്ലോ. പിന്നെ ഇതാ ഉമ്മ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്, ദോശയും ചമ്മന്തിയും. പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ് പാൽ ചായയാണ് കേട്ടോ കുടിക്കണത്. ഞാൻ മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്, ബാക്കി എല്ലാവരും കുടിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് ചായ കുടിച്ചിട്ട് വേഗം പുറത്തു പോവാം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഫസ്റ്റ് എൻ്റെ അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ ഹന ട്രിങ്കറ്റ്സിലേക്ക് പോവാം. അങ്ങനെ ഞാൻ ഡ്രസ്സിന്റെ ആ ഒരു മോഡലൊക്കെ കാണിച്ചു കൊടുത്ത് അളവൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആംബ്രൂവിനുള്ള കുർത്ത, സാപ്പിക്കുള്ള കുർത്തയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തുവിട്ടാം. കുറച്ച് തിരക്കായ കാരണം നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീട്ടിൽ വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഉമ്മ അതാ ഇവിടെ ഈ പൂച്ചക്കുട്ടീനെ രക്ഷിക്കണ തിരക്കിലായിരുന്നു കേട്ടോ. ആള് എന്താ പട്ടീനെ കണ്ടപ്പോൾ ഓടി കയറി സെൻസൈഡുമ്മയ്ക്ക് വീണതാണ്. പിന്നെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റുണ്ടായിരുന്നില്ല. ഉമ്മ കുറേ നേരമായിട്ടോ ഈ വടി ഇങ്ങനെ വെച്ചു കൊടുത്ത് ട്രൈ ചെയ്യണം. അമ്മ പൂച്ച വന്നു 2 വട്ടം ആ സെൻസൈഡ് വന്ന് അമ്മ പൂച്ച താഴത്തേക്ക് വീണു കേട്ടോ. അതിന് രക്ഷിക്കാൻ പറ്റണില്ല അതിന്. പിന്നെ അത് വീണ കാരണം തോന്നുന്നു അതിന് തല കറങ്ങി, പിന്നെ അത് അനങ്ങണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ജീവൻ കേട്ടോ. 2 വട്ടം കുട്ടീനെ രക്ഷിക്കാനായിട്ട് കയറി വന്നു. അതുമന്ന് താഴത്തേക്ക് വീണു ഗൈസ്. അങ്ങനെ കുറേ നേരം ഉമ്മ ഒരു വടി വെച്ചു കൊടുത്തിട്ട് കുറേ വിളിച്ചു, പക്ഷെ വരുന്നുണ്ടായില്ല. ലാസ്റ്റ് നമ്മളതവിടെ വെച്ചു കൊടുത്തിട്ട് അകത്തേക്ക് കയറിയപ്പം മൂപ്പരാള് തന്നെ അതുമ്മക്കൂടെ നടന്ന് വന്ന് ഇറങ്ങിട്ടോ. അങ്ങനെ ഞാൻ ഈ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ ഹെയർ വാഷ് ചെയ്തത്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേല് കഴുകിയിട്ടാ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ട് സ്കിൻ കെയർ ഒന്ന് ചെയ്യട്ടാം. വലിയ കാര്യത്തിലൊന്നും ഇല്ല, ജസ്റ്റ് ഒരു ടോണർ അടിച്ചു കൊടുത്തു. പിന്നെ അതാ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പോൺസിന്റെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. ഇതിട്ട് കഴിഞ്ഞ് ഭയങ്കര ഒരു മനസ്സുഖമാണ് ഗൈസ്. കാറ്റ് തുടങ്ങിയിട്ട് 2 സാധനങ്ങളാണ് ഞാൻ ഇതുവരെ സ്കിപ്പ് ചെയ്യാണ്ട് കൊണ്ടുപോയിക്കുന്നത്. ഒന്ന് മോയ്സ്ചറൈസറും പിന്നെ ലിപ് ബാമും. ഇതൊക്കെ ഞാൻ ലിപ് ബാം ഒന്നും അത്രയ്ക്ക് ഇട്ടുന്നില്ല, പക്ഷെ ഇപ്പൊ മോയ്സ്ചറൈസർ ഇടണ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ലിപ് ബാം. അല്ലാന്നുണ്ടെങ്കിൽ ലിപ്പ് ഭയങ്കരമായിട്ട്
പൊട്ടുണ്ട് കേട്ടോ. എൻ്റെ അങ്ങനത്തെ ഒരു ലിപ്പാണ്. കാറ്റുകാലമൊക്കെ നന്നായി ലിപ്പ് പൊട്ടും. അപ്പോൾ ഞാനിതാ ഡോട്ട് ആൻഡ് ഗിയുടെ ഒരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹെയർ അഴിക്കാം ഗൈസ്. എൻ്റെ മനസ്സിലൊരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ഷോർട്ട് ഹെയർ ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഇത്ര മുടി ഉണ്ടായിട്ട് അയ്യോ ഇത്ര മുടിയുള്ളൂ എന്ന് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വിഷമം. അത് പിന്നെ എല്ലാവർക്കും ഉള്ളതാണല്ലോ മുടി വെട്ടിക്കഴിഞ്ഞാൽ. എനിക്കും അങ്ങനെയാണ് കേട്ടോ. സന്തോഷമുണ്ട്, എന്നാൽ കൂടി ഒരു പോയിന്റ് അങ്ങനെ അയ്യോ മുടി കുറഞ്ഞു പോയോ അല്ലെങ്കിൽ മുന്നത്തെ മുടി ആലോചിച്ചിട്ടുള്ളൊരു ചെറിയ വിഷമം വരാറുണ്ട്. പക്ഷെ ഓക്കെ, എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഞാൻ വെട്ടിയതല്ലേ. എനിക്ക് ഹെയർ വാഷ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായിട്ട് എത്രത്തോണ്ട് മുടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ഹാപ്പിയാണ്. ഇനി ഞാൻ എന്തായാലും കുറച്ച് നേരം കിടന്നിട്ട് വരാം ഗൈസ്. എനിക്ക് കുറച്ച് നേരമായിട്ടൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആമ്പറു നീറ്റു. അപ്പോൾ എനിക്കൊന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട് വരെ പോകണം, അവൾക്കൊരു സാധനം കൊടുക്കാണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ഹെയർ കോംബ് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ഓയിലും ഹെയറിൽ വെച്ചിട്ടുണ്ട്. ഫുള്ളായിട്ട് ഷാമ്പു ചെയ്ത് കളഞ്ഞിട്ടില്ല കേട്ടോ, കാരണം എന്താ നല്ല ഡ്രൈ ഫീൽ ചെയ്യണ്ട വെച്ചിട്ടാണ്. നമ്മളിങ്ങോട്ട് പോകണമെന്നില്ലല്ലോ. ഇപ്പം ഇങ്ങനെയാണ് ഗൈസ്, നമ്മൾ ഡ്രയറൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്താൽ നമ്മൾ എന്താ ഹെയർ കട്ട് ചെയ്ത് പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഡ്രയറൊന്നും യൂസ് ചെയ്യുന്നില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് നമ്മൾ മുടി എന്തിനെ കൊഴിച്ച് കളയണത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് റെഡി ആവാം. കിടുന്ന വഴിക്ക് നീറ്റ് കാരണം നമുക്ക് ഫേസിലൊന്നും അധികം ചെയ്യാല്ല കേട്ടോ, കാരണം നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഓൾറെഡി ഇട്ടാണല്ലോ. ഞാനിതാ ഈ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമാണ് ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഇതാ ഹെയർ ഒന്ന് ജസ്റ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. നോക്കി ഹായ് പറഞ്ഞേ, ഹായ് പറയേ. മുടി നോക്കിയേ. ആംബ്രു പുറത്തിറങ്ങി കളിക്കണ ഒരു സമയമാണ് കേട്ടോ ഇത്. ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരാൾക്ക് ഇങ്ങനെ വഴി കൂടെ ഒക്കെ നടക്കാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഇതാ റെയിൻ ബേബിയുടെ കൂടെ കളിക്കാണ് കേട്ടോ ആംബ്രു. അങ്ങനെ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. വീട്ടിലെത്തി ഇതാ ചായ കുടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ചായയുണ്ട്, ഉണ്ടുണ്ട്. ഈ ഉണ്ടയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. ഇതിന്റെ പേരെന്താവും അറിയില്ല, നമ്മളിവിടെ ഉണ്ടാന്നാണ് പറയാ. അപ്പൊ നമുക്ക് ഇനി എന്തായാലും ചായ കുടിക്കാം ഗൈസ്. ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഈ ഒരു ടൈം ആബ്രു അകത്തിരുന്ന് കളിക്കണ ഒരു സമയമാണ് കേട്ടോ. ഈ ഒരു സമയം എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഞാനും കുറച്ച് നേരം TV ഒക്കെ കാണും, എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യും. അവ അവിടെ ഇരുന്ന് ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ. നമ്മളിങ്ങനെ കൂടെ ഇരുന്നാൽ മതി. ഉമ്മ അത് അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും ഉമ്മ ഇങ്ങനെ കിടന്ന് അവൻ സെറ്റാണ്, അവിടെയുള്ള ടോയ്സ് ആയിട്ട് ഇരുന്ന് കളിക്കും. ആംബ്രു ഇപ്പൊ പോണത് ഉമ്മ പില്ലോ എടുത്തിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. നമ്മൾ അങ്ങനെ പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ട് എടുത്തു കൊണ്ടു തരും കേട്ടോ. അതൊക്കെ മൂപ്പരാൾക്ക് ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാപ്പ് ചെയ്യണതൊക്കെ മൂപ്പരാൾക്ക് ഭയങ്കര സന്തോഷാട്ടോ. രാത്രി അയക്കാണ് കേട്ടോ. ആംബ്രുവിന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് അവനെ മേലൊക്കെ കഴുകി സെറ്റാക്കി അവിടെ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴൊന്നും ഉറങ്ങില്ല, ലൈറ്റിന്റെ കുറച്ച് കുറവുണ്ടെന്ന് എനിക്കറിയാം. റിംഗ് ലൈറ്റ് ഒക്കെ ഇപ്പൊ എടുത്ത് വെച്ച ആംബ്രു ഇപ്പം ഇങ്ങോട്ട് വരും. രാത്രി കഴിക്കാനേ മാഗിയാണ് കേട്ടോ, സോറി ഇപ്പിയാണ് ഉണ്ടാക്കണത്. എനിക്കിപ്പോൾ അങ്ങനെ രാത്രി ചോറ് തിന്നാൻ തോന്നുന്നില്ല ഗൈസ്. ഞാനിങ്ങനെ രാത്രി എന്തെങ്കിലുമൊക്കെ തട്ടി മുട്ടി എന്തെങ്കിലുമൊക്കെ ഒന്നല്ലെങ്കിൽ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കഴിക്കും. ലാസ്റ്റ് ഗതി കെട്ടാലാണ് ചോറ് കഴിക്കുള്ളൂ. എനിക്കെന്തോ ചോറ് രാത്രി കഴിക്കാൻ അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. പിന്നെ പുറത്ത് നല്ല കാറ്റാണ് കേട്ടോ, നല്ല സുഖമാണ് മുറ്റത്തിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് ഈ ഒരു പ്രശ്നം, അതായത് അലർജിയുടെ അതുള്ളതുകൊണ്ട് തന്നെ ഒന്നും ആസ്വദിക്കാൻ പറ്റണില്ല ഗൈസ്. അങ്ങനെ മാഗിയൊക്കെ ഉണ്ടാക്കിയതാ നമ്മൾ കഴിക്കുകയാണ്. അപ്പൊ കുട്ടാപ്പും വരണ്ടി പറഞ്ഞു കേട്ടോ, അതാണ് നമ്മൾ ഇത്രയും മാഗി ഉണ്ടാക്കിയത്. ആംബ്രു ആണെന്നുണ്ടെങ്കിൽ ആ ടീസ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിൽ മുട്ടിക്കുക, എന്നിട്ട് വായിൽ വെക്കുക. അങ്ങനെയാണ് കേട്ടോ. ഇടയ്ക്ക് ഓരോന്നെടുത്ത് വായിൽ ഇടുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാനിതാ ഫ്രഷ് ആയി ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമില്ല കേട്ടോ, മോയ്സ്ചറൈസറും കുറച്ച് ലിപ് ബാം മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഹെയർ ഇങ്ങനെയാണ് ഗൈസ് കെട്ടാൻ പറ്റുള്ളൂ, കണ്ടോ ഇതിങ്ങനെ വരികയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആംബ്രു ഉറങ്ങിയിട്ടില്ല കേട്ടോ, ഇപ്പോഴൊന്നും ഉറങ്ങില്ല. എന്തായാലും ഞാൻ കിടക്കാൻ പോവാണ്. അങ്ങനെ കിടന്ന് അവന് ഉറങ്ങിക്കോളും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാം ഗൈസ്. അതുവരെ ബൈ ബൈ.